നിങ്ങളെ നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ടത്തരങ്ങൾ മറ്റുള്ളവരെ പേരെ അടിച്ചേൽപ്പിക്കരുത്. ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വഴക്കാ ചെയ്യാനാ പറ്റുന്നത്? നിങ്ങൾ ഇന്ന് തേണ്ടിത്തരം കാണിക്കുന്ന ഒരുത്തനെ ഇവിടെ ശിക്ഷിക്ക് കാണിച്ചതാ. ഞാൻ ഈശ്വരവിശ്വാസത്തിനൊന്നും എതിരല്ല. ഒരു മനുഷ്യൻ അവൻ്റെ ആന്തരികമായ ഒരു കരുത്തിന് വേണ്ടി, ശക്തിക്ക് വേണ്ടി, ഊർജം കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു ശക്തിയിൽ വിശ്വാസം അർപ്പിക്കുന്നതോ അതിനുവേണ്ടി ധ്യാനിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ, പ്രാർത്ഥനയൊക്കെ എന്ന് പറയുന്നത് ഒരുതരം ധ്യാനമാണ്, അല്ലെങ്കിൽ ആത്മബലം കിട്ടാൻ വേണ്ടി അനുഷ്ഠിക്കുന്ന ചില കാര്യങ്ങളാണ്. അതൊക്കെ ഞാനും ചെയ്യാറുണ്ട്. ഞാനും പ്രാർത്ഥിക്കുന്നയാളാണ്. ആ പ്രാർത്ഥന കൊണ്ട് എനിക്ക് ഏകാഗ്രത കിട്ടുന്നുണ്ടെങ്കിൽ, എനിക്ക് ഇന്ന് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾക്ക് ഒരു ഊർജ്ജം കിട്ടുന്നുണ്ടെങ്കിൽ, പ്രതിസന്ധിയിൽ ഇങ്ങനെ തളർന്നു നിൽക്കുമ്പോൾ എനിക്കൊരു ആവേശം കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്തോളൂ. പക്ഷേ ഈ മതം പഠിപ്പിച്ച വിഡ്ഢിതരങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു കാര്യം ശാസ്ത്രത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റിയതല്ല ഇവരൊന്നും പഠിപ്പിച്ചത്. ഈ മതത്തിലെ ഏറ്റവും വലിയ ആചാര്യന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവരെയൊക്കെ നമ്മൾ പലപ്പോഴും വിളിക്കുന്ന ത്രികാലജ്ഞാനികൾ എന്നാ, അല്ലേ? എല്ലാ കാലത്തേക്കും ഈ ഒരു ത്രികാലജ്ഞാനിയും ഒരു ഇലക്ട്രിക് ട്രെയിനെ കുറിച്ച് സ്വപ്നം കണ്ടിട്ടില്ല. ഇൻ്റർനെറ്റിനെ കുറിച്ച് വർത്തമാനം പറഞ്ഞ് ഒരു ത്രികാലജ്ഞാനിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ബഹിരാകാശ യാത്രയെക്കുറിച്ച് പറഞ്ഞ് ഒരു ത്രികാലജ്ഞാനിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പം വേണേൽ ന്യായീകരിക്കുക, നമ്മൾ ആകാശയാത്ര നടത്തിയത് അതിൻ്റെ പേരിലായിരുന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇങ്ങനെ ഉരുണ്ട് കളിക്കുക അതിനകത്ത് കിടന്ന്. അതൊന്നും അല്ലെന്ന് നമുക്കൊക്കെ അറിയാം, അല്ലേ? ഇത് വളച്ചു കെട്ടി പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു ത്രികാലജ്ഞാനിക്ക് എല്ലാ ബോധം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടങ്ങ് പറഞ്ഞുകൂടെ 2022 അല്ലെങ്കിൽ 2024 ഇന്ത്യ ബഹിരാകാശത്തേക്ക് ആളെ വിടുമ്പോൾ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. കൃത്യമായിട്ടങ്ങ് പറഞ്ഞാൽ പോരെ? അറിയാമെങ്കിൽ. അറിയുന്നവർ വർത്തമാനം. ഇന്നത്തെ രാഷ്ട്രീയക്കാർ പോലും ഇത്രയൊക്കെ കൃത്യമായിട്ടാണ് പറയുന്നത്. എങ്കിൽ പിന്നെ ത്രികാലജ്ഞാനികളായ മനുഷ്യർക്ക് അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് അത് അന്നേ പറയാവുന്നതല്ലേ? അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് കെട്ടിച്ചമച്ച ഓരോ കാലഘട്ടത്തിൽ. ഇപ്പം നമുക്കറിയാം, ഒരു 50-100 കൊല്ലം മുമ്പ് പോലും ജീവിച്ചിരുന്ന മനുഷ്യർ യക്ഷി, പ്രേതം, എന്തൊക്കെ വിശ്വാസങ്ങളായിരുന്നു. നമ്മുടെ ഗ്രാമങ്ങളിൽ എത്രയോ യക്ഷികളുണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റി വന്നതോടുകൂടി ആ യക്ഷിയെല്ലാം പോയില്ലേ? വെളിച്ചം വന്നതോടുകൂടി വെളിച്ചത്തിൽ വന്ന ഏതെങ്കിലും യക്ഷിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇരുട്ടിൽ മാത്രമേ ഇത്തരം വിശ്വാസമുള്ളൂ. ഇരുട്ടെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഇരുട്ടുണ്ട്, കാലഘട്ടത്തിൻ്റെ ഇരുട്ടുണ്ട്. ഇരുണ്ട കാലഘട്ടങ്ങളുണ്ട് ലോകചരിത്രത്തിൽ. ഇരുണ്ട കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് അത്രേ മൊത്തത്തിൽ വരുള്ളൂ. അവരുടെ അടുത്ത് ഒരു മരണത്തിന് കാരണം അല്ലെങ്കിൽ ഒരു വിജയത്തിന് കാരണം സൂപ്പർ പവർ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന അത്ര വിവരമേ അവർക്കുള്ളൂ. ആ വിവരമുള്ള 1000 വർഷം മുമ്പ് ഭൂമി പരന്നതാണെന്നും ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണെന്നും കൊടുങ്കാറ്റും ഇടിമിന്നലും ഒക്കെ ദൈവമാണെന്നും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലത്തെ മനുഷ്യൻ വിശ്വസിച്ചിരുന്ന സാധനം ഇന്നും ഈ കമ്പ്യൂട്ടർ യുഗത്തിലും ഇൻ്റർനെറ്റ് യുഗത്തിലും ബഹിരാകാശ യുഗത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ പൊട്ടത്തരം വേറെ എന്താ ഉള്ളത്? അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത്. നിങ്ങൾ ആത്മീയതയ്ക്കെതിരല്ല ഞാൻ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചോളൂ, ഈശ്വരനിൽ വിശ്വസിച്ചോളൂ. നിങ്ങൾ ഏത് മതത്തിൻ്റെ ദൈവമാണെങ്കിലും ആയിക്കോട്ടെ, അത് ഒരു ഏക ദൈവമോ അല്ലെങ്കിൽ എന്തു ആവട്ടെ, അന്ന് പറഞ്ഞത് തന്നെ ഇന്നും അനുഷ്ഠിക്കണമെന്നും. ഞാൻ ചോദിക്കട്ടെ, സയൻസിൽ എല്ലാ കാര്യത്തിനും തെളിവുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, അല്ലേ? ഈ മതത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും തെളിവുണ്ട്? ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ മതങ്ങളിലും ഏറ്റവും ഭൂമിയിൽ എന്തെങ്കിലും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാ സ്വർഗത്തിൽ ചെന്നിട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് ചില രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന പോലെ അല്ലേ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അങ്ങ് ഉണ്ടാക്കി കളയുമെന്ന് പറയുന്ന പോലെ അല്ലേ? കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ കേരളം ഭരിക്കുന്നവൻ ശരിയാക്കി കളി. കേരളം ഭരിക്കുമ്പോൾ ഒന്ന് ശരിയാക്കി കാണിച്ചാൽ പോരെ? കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ട് ഇതൊന്നും കാണിക്കണ്ടല്ലോ. കേരളത്തിൽ ഇതൊക്കെ കാണിക്കാമായിരുന്നല്ലോ. ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് സ്വർഗത്തിൽ എന്ത് വഴക്കാ ചെയ്യാനാ പറ്റുന്നത്? നിങ്ങൾ ഇന്ന് തേണ്ടിത്തരം കാണിക്കുന്ന ഒരുത്തനെ ഇവിടെ ശിക്ഷിക്ക് കാണിച്ചതാ. ഈ തോന്നിയാസം കാണിക്കുന്നവനെ ദൈവം ഇവിടെ വെച്ച് തന്നെ ശിക്ഷിച്ച് കാണിച്ചു കൊടുക്കട്ടെ മനുഷ്യനെ. അപ്പം അവിടെ നിൽക്കില്ലേ ആ തോന്നിയാസങ്ങൾ? ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അധാർമിക പ്രവൃത്തി ചെയ്യുന്ന ഒരുവനെ ആദ്യത്തെ ആളെ തന്നെ ദൈവം ഇവിടെ വെച്ച് അങ്ങ് ശിക്ഷിച്ചാൽ ഈ ഭൂമിയിലെ അധാർമിക പ്രവൃത്തി തന്നെ അങ്ങ് നിൽക്കില്ലേ? ഇത്രയും പേരെ അധാർമിക പ്രവൃത്തി ചെയ്യിക്കുകയും ഇത്രയും പേരെ ദ്രോഹിക്കുകയും ചെയ്തിട്ട് പിന്നെ സ്വർഗത്തിൽ പോയിട്ട് ചെയ്യും എന്ന് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ പറഞ്ഞതാണ്, അതായത് എല്ലാം കാണുന്ന ദൈവം 2 വയസ്സായ കുട്ടിയെ ഇവിടുത്തോണ്ട് റേപ്പ് ചെയ്യുന്നത് കാണാത്തല്ലോ. റേപ്പ് ചെയ്ത് മാത്രമല്ല, ഞാൻ അത് തന്നെ പറഞ്ഞു, ഞാൻ ദൈവത്തിനൊന്നും എതിരായിട്ട് ഞാൻ പറയല്ല. ഞാൻ പറഞ്ഞത് ഇവരീ വിശ്വസിക്കുന്ന മതം, അത് ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, പാർസി ആവട്ടെ, ഈ ഓരോ രാജ്യത്തും ചെല്ലുമ്പോൾ അവിടുത്തെ പ്രാകൃത മതങ്ങൾ വരെ വിശ്വസിച്ചിരുന്നത് എന്തായിരുന്നുള്ള കഥ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. എത്ര വിചിത്രവും, നമ്മുടെ തന്നെ ഒന്ന് ആലോചിച്ച്, ഇന്ത്യയിൽ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ എന്തെല്ലാം വിചിത്രമായ വിശ്വാസങ്ങളാണ്. അതൊക്കെ നമ്മളിപ്പോൾ നമുക്ക് പരിഹാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന നാളെ വരുന്നവരും പരിഹാസ്യമാകുന്ന കാര്യം തന്നെയാണ്. അതേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഇപ്പോൾ ദൈവത്തിൻ്റെ പല കാര്യങ്ങളും നമുക്കറിയില്ലെന്നാണ് പറയുന്നത്. അത് നമുക്കൊന്നും അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്നത്. ഒരു 2 വയസ്സുകാരൻ കുഴൽക്കിണറിൽ വീണ്
48 മണിക്കൂർ നേരം ജീവന് വേണ്ടി യാചിച്ച് അവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാൻ പറ്റാതെ ഒരു കുഴൽക്കിണറിനകത്ത് ശ്വാസം പോലും കിട്ടാതെ 2 മണിക്കൂർ കിടന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു പോകുന്നു. ദൈവം ആരെ ശിക്ഷിച്ചത്? അത് ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇങ്ങനെ ഒരെണ്ണം കണ്ടു നിൽക്കുന്ന ഒരാളെയാണോ നിങ്ങൾ പരമകാരുണികൻ എന്ന് വിളിക്കുന്നത്? മതം വളരുന്നത് എപ്പോഴും ഈ ദൈവത്തെ വിശ്വസിക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള വിശ്വാസികളാണ് ഇവരുടെ ആയുധം മതം വളർത്തുന്നത്. അല്ലാതെ ശരി, അങ്ങനെ നിഷ്കളങ്കരല്ല. തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം അൺസർട്ടനിറ്റിയാണ് ഈ വിശ്വാസത്തിൻ്റെ കാരണം, അല്ലേ? നാളെ എന്ത് നടക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം, ഇപ്പോൾ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർ പോലും വിടുന്ന റോക്കറ്റിലെ എല്ലാ ഭാഗവും കൃത്യമായിട്ട് പ്രവർത്തിക്കുമെന്ന് അവർക്കൊരു ഉറപ്പുമില്ല. കാരണം ഒന്ന് പ്രവർത്തിച്ച് അടുത്തതിലേക്ക് കണക്ട് ചെയ്ത് ഇത് പോയി അവിടുന്ന് സർക്യൂട്ട് കറക്റ്റായി ഇങ്ങനെ പോകണം ഇത് പ്രവർത്തിക്കണമെങ്കിൽ. അപ്പോൾ ഇത് മനുഷ്യൻ്റെ എത്ര ബുദ്ധി ഉപയോഗിച്ചാലും പാളിപ്പോകാം, അല്ലേ? അപ്പോൾ അവിടെ ഇവർ പിന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, എന്താ? പ്രാർത്ഥിക്കുക. അതിനെതിരല്ല ഞാനും, അതാ ഞാനീ പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ടത്തരങ്ങൾ മറ്റുള്ളവരെ പേരെ അടിച്ചേൽപ്പിക്കരുത്. ആ മണ്ടത്തരമാണ് ലോകം മുഴുവൻ വിശ്വസിക്കേണ്ടതെന്ന് പറയാതിരുന്നാൽ മാത്രം മതി. അത് ചിന്തിക്കാത്തവരും അത് വിശ്വസിക്കാത്തവരും എല്ലാം വിഡ്ഢികളാണെന്നും പൊട്ടന്മാരാണെന്നും അവരെല്ലാം കൊല്ലപ്പെടേണ്ടവരാണെന്നും ചിന്തിക്കാതിരുന്നാൽ മതി. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവരെ മുഴുവൻ കൺവേർട്ട് ചെയ്യേണ്ടവരാണെന്ന് നമ്മൾ വിശ്വസിക്കാതിരുന്നാൽ മതി. നമ്മുടേത് മാത്രമാണ് ശരിയെന്ന് പറയാതിരുന്നാൽ മതി. മണ്ടത്തരം എല്ലാവരുടെയും ഈക്വലി മണ്ടത്തരം തന്നെയാണ്. എൻ്റേത് കൂടുതൽ മെച്ചപ്പെട്ട മണ്ടത്തരമാണോ എന്നുള്ളത് മാത്രമുള്ള ചോദ്യം.